PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്സ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഫസ്റ്റ് ലെസൺ നമ്മൾ പറഞ്ഞു. ഈക്വൽ ട്രയാങ്കിൾസ് അതിലെ 16ാമത്തെ സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് അല്ലെ. ഒരു ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിളിന്റെ ബൈസെക്ടേഴ്സ് വരച്ചു, എല്ലാവരുടെയും കൂട്ടിമുട്ടിയില്ലേ, എല്ലാവരുടെയും ട്രയാങ്കിൾസിന്റെ ബൈസെക്ടേഴ്സ് ഇറ്റ് ഇന്റർസെക്ട് സെയിം പോയിന്റ്, ഒറ്റ പോയിന്റ്. അതാണ് നമ്മളോട് ചോദ്യം. ഇന്നലെ നമ്മൾ ചെയ്തത് പേജ് നമ്പർ 30ലെ 6th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇന്നലെ കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എല്ലാവരും. ഡ്രോ എ ട്രയാങ്കിൾ and the bisectors of all three angles. കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തത് ഒരു ട്രയാങ്കിൾ വരച്ചു, എന്നിട്ട് 3 സൈഡിലും ബൈസെക്ടേഴ്സ്. പടം നന്നായിട്ട് വരയ്ക്കാൻ കിട്ടണം എല്ലാവർക്കും. ഒരു ട്രയാങ്കിൾ വരച്ചു, അതിന്റെ 3 സൈഡിനും ബൈസെക്ടേഴ്സ് വരച്ചു. അപ്പൊ നമ്മളതൊരു പോയിന്റിൽ കൂട്ടിമുട്ടി ഇല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ തന്നെ ഇഷ്ടമുള്ള അളവിൽ ഇന്നലത്തെ പോലെ തന്നെ വരച്ചോ. നിങ്ങൾ എത്രയാണ്? 4, 5, 6. ഇപ്പൊ എല്ലാവർക്കും ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം. എങ്ങനെയാ വരയ്ക്കാം? ആദ്യം ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു 6 സെന്റിമീറ്റർ, എന്നിട്ട് ഇവിടുന്ന് 4 സെന്റിമീറ്ററും ഇവിടുന്ന് 5 സെന്റിമീറ്ററും. ഇഷ്ടമുള്ള അളവ് എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ നമുക്കൊരു ചെറിയൊരു അളവിന് വേണ്ടിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇത് 6 സെന്റിമീറ്റർ, ഇവിടെ 4, ഇവിടെ 5 വരയ്ക്കാം. എന്നിട്ട് draw the triangle and the bisectors of all 3 angles. ഇവിടെ എല്ലാവരും ഒരു ബൈസെക്ടേഴ്സ് വരണം. ആംഗിൾ സൈഡ് ബൈസെക്ടർ അല്ല കേട്ടോ. നേരത്തെ നമ്മൾ വരച്ചത് സൈഡിന്റെ ബൈസെക്ടർ ആണ്. AB എന്ന് പറഞ്ഞതും BCയും ACയും. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആംഗിളിന്റെ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ എല്ലാവർക്കും അറിയില്ലേ? ഇപ്പൊ എല്ലാവർക്കും അറിയാം ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ. എങ്ങനെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം? ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കുത്തുക, എന്നിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങടും ഇവിടെ നിന്ന് ആർക്ക് വരച്ചു. ഈ കോമഡി സൈഡിൽ നിന്ന് കൂട്ടി മുട്ടിക്കാം. കിട്ടിയില്ലേ? അതുപോലെ നിങ്ങൾ ഇത് ചെയ്യണം. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 ആംഗിൾസ്. എല്ലാവരും നാളേക്ക് വരച്ചിട്ടുണ്ടാവണം 3 ആംഗിൾസ്. ഇതുപോലെ തന്നെ എന്തൊക്കെ ഈ ആംഗിൾ വരച്ചു, അതുപോലെ തന്നെ ഈ ആംഗിൾ. വെറുതെ സ്കെയിൽ വെച്ച് നേരെയല്ല വരയ്ക്കാൻ പറഞ്ഞത്. എങ്ങനെയാ വരയ്ക്കേണ്ടത്? ആദ്യം ഇവിടെ നിന്ന് ഇങ്ങട് ആർക്ക് വരയ്ക്കാം, എന്നിട്ട് ഈ ആർക്കിൽ നിന്ന് ഇങ്ങടും ഇവിടേക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരയ്ക്കാം. അപ്പൊ ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരച്ചു. ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആർക്ക് വരച്ച് കൂട്ടിമുട്ടിക്കുക, എന്നിട്ട് ഇത് വരയ്ക്കാം. ഇത് 3 സൈഡിൽ 3 ആംഗിളിലും നിങ്ങൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞിട്ട് ആ ആംഗിൾ ബൈസെക്ടേഴ്സ് എല്ലാം കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് വേണം നമുക്ക് ഉത്തരം തന്നാൽ. കാരണം ശരിക്കും വരച്ചു നോക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ബൈസെക്ടേഴ്സ് ഓഫ് all 3 angles. Do all the 3 bisectors intersect at same point. കൂട്ടിമുട്ടുന്നുണ്ടോ നോക്കണേ. ഞാൻ ഇപ്പൊ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അത് വരച്ചു നോക്കുക. ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ അറിയാം എല്ലാവർക്കും ആംഗിൾ ബൈസെക്ടർ. അപ്പൊ ആംഗിൾ ബൈസെക്ടർ ശരിക്കും വരയ്ക്കാം, എന്നിട്ട് അത് കൂട്ടിമുട്ടും എന്തായാലും. 3 വരയും. ഇപ്പൊ ഇത് നീങ്ങിപ്പോയി ചെരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കാര്യം ഇതങ്ങ് നീട്ടാ, ഇവിടെ നിന്ന് നീട്ടാ, ഇവിടെ നിന്ന് നീട്ടാ, ഇവിടെ നിന്ന് നീട്ടാ, നീട്ടി ഒന്നുകൂടി വരച്ചിട്ട് അത് കൂട്ടി മുട്ടണുണ്ടോ എന്ന് നോക്കാൻ. അപ്പൊ ഉത്തരം നമ്മൾ എഴുതിക്കണം എന്താണ്? ഓൾ ദ 3 ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ വരച്ചു നോക്കണം. ഇത് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ എഴുതണം ഓൾ ദ 3 ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് അറ്റ് സെയിം പോയിന്റ്. ശരിക്കും നിങ്ങൾ വരച്ചത് ശരിയാണെങ്കിൽ അത് കൂട്ടിമുട്ടും. നമ്മൾ നേരത്തെ വശങ്ങൾ ഇന്റർസെക്ട് ചെയ്തപ്പോ കൂട്ടിമുട്ടിയ പോലെ തന്നെ ആംഗിൾസ് ബൈസെക്ടർ വരച്ചാലും നമ്മളത് കൂട്ടി മുട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ 17ാമത്തെ കണക്ക് ഇതാണ്. എല്ലാവരും ചെയ്ത് നാളെ കാണിച്ചു തരണം. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 30ലെ 7ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആംഗിൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് സൈഡിന്റെ ബൈസെക്ടേഴ്സ് വരച്ചു. എല്ലാവരും അത് കൂട്ടിമുട്ടിയില്ല, ഒരു സൈഡിലേക്ക് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചാലും അത് കൂട്ടി മുട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ.
പ്രൂവ് ദാറ്റ്. ഇനിയുള്ളത് പ്രൂവിങ് ആണ് കേട്ടോ. ഇത്രയും നേരം സുഖമായിരുന്നു, പടം വരെയായിരുന്നു. പക്ഷെ ഇനിയൊക്കെ പ്രൂവിങ് ആണ്. ഇനി ലാസ്റ്റിലാണ് പടം വരെയുള്ളൂ. പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ചെയ്യാൻ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പ്രൂവ് ദാറ്റ് ഇഫ് ബോത്ത് പെയർ ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ then it is a parallelogram. ചോദ്യം മനസ്സിലായോ? പ്രൂവ് ദാറ്റ്, ഒന്നുകൂടി വായിക്കാം. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കാം. പ്രൂവ് ദാറ്റ് if both pair of the opposite sides of the quadrilateral, ഒരു ചതുർഭുജത്തിന്റെ എതിർവശങ്ങള് തുല്യമാണെങ്കിൽ, and equal, both pairs of opposite sides of the quadrilateral are equal, അത് തുല്യമാണെങ്കിൽ then it is a parallelogram. അതെന്താണെന്ന്? ഒരു പാരലോഗ്രാം ആണ്. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഒരു ചതുർഭുജത്തിന്റെ, ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന്, അങ്ങനെയാണെങ്കിൽ അതൊരു പാരലോഗ്രാം ആണെന്ന്. മനസ്സിലായി? ചോദ്യം വരച്ചോ. ഒരു ക്വാഡ്രിലാറ്ററൽ എന്നുവെച്ചാൽ അത് പാരലോഗ്രാം ആണെന്നാണ് അവർ പ്രൂവ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ചതുർഭുജമാണ്. പക്ഷെ ചതുർഭുജം എങ്ങനത്തെ ചതുർഭുജം വരയ്ക്കണം? എ ബി സി ഡിയില് എ ബിയും സി ഡിയും തുല്യമാവണമെന്ന്, അതേപോലെ എ ഡിയും ബി സിയും തുല്യമാവണം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം വരയ്ക്കാൻ. ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ 4 വശങ്ങൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ 4 വശം ഉണ്ടാകും. അതിന്റെ പ്രത്യേകത, ഈ ക്വാഡ്രിലാറ്ററലിലെ ഈ ചതുർഭുജത്തിന്റെ സൈഡുകൾ, ഓപ്പോസിറ്റ് സൈഡ്സ് എ ബിയും ഡി സിയും, അതേപോലെ ബി സിയും എ ഡിയും രണ്ടും തുല്യമാണ് എങ്കിൽ ഇറ്റ്സ് എ പാരലോഗ്രാം. കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായി? ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിട്ടുള്ളൂ, പാരലോഗ്രാം. പാരലോഗ്രാം ആവണമെങ്കിൽ എന്തൊക്കെ വേണം? പാരലോഗ്രാം ആവണമെങ്കിൽ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം, അല്ലെ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവും. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചതാണ്. 2 പാരലൽ ലൈൻസിന് ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആംഗിൾസ് കുറെ പഠിച്ചില്ലേ നമ്മള്? ഏതൊക്കെ ആംഗിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത്? ഏതൊക്കെ ആംഗിൾസ് പഠിച്ചു? ദിസ് വൺ ആൻഡ് ദിസ് വൺ ഈക്വൽ. എന്താ കാരണം? ഇത് രണ്ടും ഈക്വൽ ആണ്. എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആവാൻ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ ഇതും ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഇന്റീരിയർ ആംഗിൾസ്. അതുപോലെ തന്നെ ഇനി അടുത്തത് പഠിച്ചു നമ്മൾ. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് നിങ്ങൾ പഠിച്ചില്ലേ? ഇതിന്റെ മോളിലത്തെയും ഇതിന്റെ മോളിലത്തെയും ഈക്വൽ ആണെങ്കിൽ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കുറെ ആംഗിൾസ് നമ്മൾ പഠിച്ചു. ഓൾട്ടർനേറ്റ് ആംഗിൾ, അല്ലെ? കറസ്പോണ്ടിങ് ആംഗിൾസ്, പിന്നെ എന്താണ്? കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ 2 പാരലൽ ലൈൻസ് ആക്കിയാൽ ഇത് പാരലോഗ്രാം ആണ്. നമ്മൾ ഇതൊരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെന്ന് തെളിയിച്ചാൽ മതി? പാരലൽ ആണെന്ന് തെളിയിച്ചാൽ മതി. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ബൈസെക്ടർ കൊണ്ട് വരും. സോറി, ബൈസെക്ടർ അല്ല, ഡയഗണൽ. എന്താ ഡയഗണൽ എന്ന് പറഞ്ഞാൽ? വരച്ചിരിഞ്ഞു പോയിരുന്നു. ഡയഗണൽ എന്താ? വികീർണം. ഒരു വികീർണം ബി യോജിപ്പിച്ചു. ഇപ്പൊ 2 ട്രയാങ്കിൾ കിട്ടിയോ എല്ലാവർക്കും? ഏതാ 2 ട്രയാങ്കിൾ? പഠിപ്പിക്ക് നോക്കിയേ. എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും ബി സി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ. ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ. 2 ട്രയാങ്കിൾ കിട്ടിയോ? അപ്പൊ ആദ്യം 2 ട്രയാങ്കിൾസ് മനസ്സിലാക്കി ഏതൊക്കെയാണ്? എ ബി ഡി എന്ന് പറയുന്ന ഈ ത്രികോണവും ബി സി ഡി എന്ന് പറയുന്ന ഈ ത്രികോണം. 2 ട്രയാങ്കിൾസ് എല്ലാവർക്കും കിട്ടി, അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ 2 ത്രികോണങ്ങളില് ഈ വശവും ഈ വശവും ഈക്വൽ ആണ്. എന്താ എഴുതിയിരിക്കാം? എ ബി ഇസ് ഈക്വൽ ടു സി ഡി. കാരണം എന്താ എഴുതണേ? ഇറ്റ്സ് ഗിവൺ. പ്രൂവിംഗ് ആവുമ്പോ കാരണം എഴുതണം കേട്ടോ, റീസൺ എഴുതണം. റീസൺ എന്താ എഴുതാം? തന്നിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഗിവൺ, തന്നിട്ടുണ്ട്. ഈ വശം തുല്യം തന്നിട്ടില്ലേ? അതേപോലെ തന്നെ ഈ വശം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്നൊരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് എഴുതേണ്ടത് എന്താണ്? എ ഡി
is equal to BC. അതിനും സെയിം റീസൺ തന്നെയാണ്. എന്താ ഇറ്റ്സ് ഗിവൺ തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. കിട്ടി? രണ്ടെണ്ണം ഒന്ന് പറഞ്ഞ ആദ്യത്തെ ഏതാ? എ ബിയും ഡി സിയും ഈക്വൽ ആണ്, അവർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് എ ഡിയും ബി സിയും ഈക്വൽ ആണ്, ഇറ്റ്സ് ഗിവൺ. ഇനി ഈ ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡ് ഏതാ? ഈ ട്രയാങ്കിൾ ഒന്നാമത്തെ ട്രയാങ്കിളിലും രണ്ടാമത്തെ ട്രയാങ്കിളിലും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയി, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയി. രണ്ടും അവർ തന്നിട്ടുണ്ട്. കാരണം ഈ ക്വാഡ്രിലാറ്ററിന്റെ നാല് വശങ്ങളിൽ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി എന്താ? അടുത്ത ലൈൻ ഏതാ? ഇതല്ലേ? ഏതാ? ഈ ത്രികോണത്തിലെ ഈ ട്രയാങ്കിളിലെ ബി ഡിയും ഈ ട്രയാങ്കിളില് ബി ഡി രണ്ടും ഇല്ലെങ്കിൽ ബി ഡി ഈ ട്രയാങ്കിളിൽ ബി ഡി ഉണ്ട്. ഇങ്ങനെ രണ്ടാമത്തെ ട്രയാങ്കിൾ ബി സി ഡിയിലും ബി ഡി ഉണ്ട്. ഇവിടെ എന്താ കാരണം എഴുതാം? കാരണം ഇറ്റ് ഈസ് ദ കോമൺ സൈഡ് ആണ്. എന്താ കാരണം? കോമൺ സൈഡ്, പൊതുവായിട്ടുള്ള ഭുജമാണ്. അപ്പൊ മൂന്ന് വശങ്ങൾ തുല്യായോ? ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും രണ്ടാമത്തെ ത്രികോണത്തിലെ മൂന്ന് വശങ്ങളും തുല്യമായാൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. നമ്മൾ പഠിച്ചതാണോ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആണ് അല്ലെ? അടുത്തത് ഈ വശം എടുക്കാം. ഈ വശമാണെങ്കിൽ ഈ എ ഡി ഈക്വൽ അല്ലേ ബി സിക്ക്? എ ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള ഈ ആംഗിളും എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും അതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ബി സി ആണ്. ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും തുല്യമാണ്. കാരണം എന്താ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇനി മൂന്നാമത്തത് എ ബി എന്ന് പറഞ്ഞ വശവും സി ഡി എന്ന് പറഞ്ഞ വശമാണ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞ വശത്തിന് ഇതാണ് മൂന്നാമത്തെ ആംഗിളും, അതേപോലെ തന്നെ ഇതിനെതിരെയുള്ള വശം എന്താണ്? ഈ സൈഡിന് ഓപ്പോസിറ്റ് അല്ല ഇത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ഇതല്ലേ ഇവിടെ. ഇത് മൂന്നാമത്തെ ആംഗിളും തുല്യമാണ്. അപ്പൊ മൂന്ന് സൈഡ്സും നമ്മൾ തുല്യമാക്കി, മൂന്ന് ആംഗിൾസും തുല്യമാക്കിയോ? മനസ്സിലായോ എന്താ നമ്മൾ ചെയ്തത്? പ്രൂവിങ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാട്ടോ. എന്താ പ്രൂവിംഗിൽ പറഞ്ഞത്? നമുക്ക് തെളിയിക്കേണ്ടത് ഇതൊരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ആവണമെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യാനോ, ഈ രണ്ട് സൈഡ്സ് പാരലൽ ആണ് തെളിയിച്ചാൽ മതി. അതേപോലെ ഈ രണ്ട് സൈഡ്സും പാരലൽ ആണെങ്കിൽ ഇറ്റ്സ് എ പാരലോഗ്രാം. രണ്ട് സമാന്തരമാണെങ്കിൽ അത് സാമാന്തരികമാണ്, പാരലോഗ്രാം ആണ്. കിട്ടിയോ? അപ്പോ ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ നോക്കുക. നമ്മൾ എല്ലാ വർഷങ്ങളും ആദ്യം നിങ്ങൾ സൈഡ്സ് എഴുതി, അതെല്ലാവർക്കും മനസ്സിലായോ? എ ബിയും ബി സിയും ഈക്വൽ ആണ്, കാരണം തന്നിട്ടുണ്ട്. എ ഡിയും ബി സിയും ഈക്വൽ ആണ്, ഇറ്റ്സ് ഓൾസോ ഗിവൺ, തന്നിട്ടുണ്ട്. ഇനി ബി ഡി ഈസ് ഈക്വൽ ടു ബി ഡി, കാരണം രണ്ട് ട്രയാങ്കിളിലും അതുണ്ട്, സെയിം ആണ്, അതുകൊണ്ട് ഇറ്റ്സ് എ കോമൺ സൈഡ്. മൂന്ന് സൈഡ്സ് ഈക്വൽ ആയാൽ അടുത്ത ആംഗിൾസ് എഴുതാട്ടോ. ഈ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത്. ഇനി ഈ ആംഗിളും ഈക്വൽ ആണ്, കാരണം എ ബിയും ഡി സിയും ഈക്വൽ ആണെങ്കിൽ ഡി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. ഇനി മൂന്നാമത്തതും ഇത് രണ്ടും, പിന്നെ ഏതാണ്? ഈ ആംഗിളും ഈക്വൽ ആണ്. കിട്ടി? ലാസ്റ്റിലേക്ക് നമ്മൾ എത്തി. കിട്ടിയ ആംഗിൾസ്, മൂന്ന് ആംഗിൾസ് എഴുതാട്ടോ. ഇത് മൂന്ന് സൈഡ്സ് കഴിഞ്ഞാൽ അടുത്തത് മൂന്ന് ആംഗിൾസ്. എങ്ങനെയാ ഈ ആംഗിളിന്റെ പേര് എഴുതാം? ഇത് ആംഗിൾ എയും ആംഗിൾ സിയും എഴുതാം. ഈ ആംഗിൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എ ഡി ബി. ആദ്യത്തത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ അല്ലേ? അതിന് കാരണം ഇതാണ്, ബി ഡി ഈക്വൽ ആണ്. അടുത്ത ഇത് രണ്ടും ഈക്വൽ ആണ്, എങ്ങനെ എഴുതാം? ആംഗിൾ എ ഡി ബി. എ ഡി ബി ഈസ് ഈക്വൽ ടു ഈ ആംഗിൾ അല്ലെ, ഇതിന് ഈക്വൽ ആയിട്ട് ഇതല്ലേ, ഡി ബി സി. പേര് എഴുതുമ്പോ ശ്രദ്ധിക്കാം, നമ്മൾ കാണിക്കുന്ന ഈ ആംഗിളിലെ അതായിരിക്കണം നടുക്ക് വന്നത്. കണ്ടോ, ഡി വന്നിട്ട് നടുക്ക്. ഇവിടെ അതേപോലെ തന്നെ ബി ആണ് ഇവിടെ നടുക്ക്, ഡി ബി സി. ഇങ്ങനെ എഴുതാട്ടോ, സി ബി ഡി എഴുതാം, അല്ലെങ്കിൽ ഡി ബി സി, നടുക്ക് ബി വരണം. അതിന് കാരണം എന്താണ്? ഇതും ഈക്വൽ ആവാൻ കാരണം എ ബി ഈക്വൽ ടു, ഇതിന് കാരണം എന്താണ്? എ ബിയും സി ഡിയും ഈക്വൽ ആണ്. പിന്നെ ഇത് ഈക്വൽ ആണ്, അപ്പൊ എന്താണ്? ഈ സൈഡ് ഈക്വൽ ആവുമ്പോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആക്കി ഇല്ലേ? അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. എന്താണ്? ഇതും ഈക്വൽ ആവണമെങ്കിൽ നോക്കാം, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എ ഡി ബി എന്ന് പറയുന്ന ആംഗിളും ഡി ബി സി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആവുകയാണെങ്കിൽ
അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? എ ഡി പാരലൽ. പാരലൽ ഇങ്ങനെ വരയ്ക്കാട്ടോ, ലംബം. എ ഡിയും പാരലൽ ആണ് ഡി സി. എ ഡിയും ഡി സിയും പാരലൽ ആണ്. കാരണം റീസൺ ഇവിടെ എഴുതാം. എന്താ കാരണം? If the two angles are equal, that is the alternate angle. മറുകോണാണ്. ഈ ആംഗിളും രണ്ട് പാരലൽ ആയിട്ട് നോക്കിയേ, ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്തപ്പോ ഈ ആംഗിളും ഈ ആംഗിളും അല്ലെ, ഇതും ഇതും എന്താണ് പറയുന്നത്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. കാരണം ഇത് കേട്ടോ, എ ഡി പാരലൽ ഡി സി എന്ന് പറയാൻ കാരണം എന്താണ്? എ ഡി ബി ആൻഡ് ഡി ബി സി ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഓൾട്ടർനേറ്റ് ആംഗിൾ. അത് മറുകോണുകൾ തുല്യമാണ്. ഇത് മറുകോൺ തുല്യമാവണമെങ്കിൽ ഈ രണ്ട് ലൈൻസും എന്തായി? പാരലലായി അല്ലേ? സോ ഇറ്റ് ഇസ് എ പാരലോഗ്രാം. ആയതുകൊണ്ട് ഇതൊരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് തെളിയിക്കാം. കിട്ടിയോ? അപ്പൊ ഈ ചോദ്യം ശരിക്കും മനസ്സിലായോ? ശരിക്കും മനസ്സിലായില്ലേ? ഇതിന്റെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് തിരിച്ചു. ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഡയഗണൽ വരച്ചു. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഈക്വലായി. ഏതൊക്കെ വശങ്ങൾ തുല്യമാണ് നമ്മൾ പ്രൂവ് ചെയ്തു, എഴുതി കാണിച്ചു. അത് കഴിഞ്ഞ ശേഷം ആ വശങ്ങൾക്ക് എതിരെയുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ്, എല്ലാ ആംഗിൾസും എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ അല്ല, 3 ആംഗിൾ. ഈ ആംഗിളും ഈ ആംഗിളും നമ്മൾ ഒരെണ്ണം എക്സാമ്പിൾ കാണിച്ചു. ഇനി ഇതും ഇതും എഴുതിയ അല്ലേ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ആംഗിളും കൂടി എഴുതണം. ഇവിടെ ഏതാണ്? ഈ ആംഗിളും ഈ ആംഗിൾ. ഇങ്ങനെ എ ബി ഡി അല്ലെ, ആംഗിൾ എ ബി ഡി is equal to ആംഗിൾ സി ഡി ബി. ഈ രണ്ടാമത്തെ ആംഗിൾ കിട്ടിയോ? 3 ആംഗിൾസ് ഈക്വൽ ആയപ്പോ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ ഇറ്റ്സ് എ പാരലോഗ്രാം. കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 9th question. ഒരു പാരലോഗ്രാം ആണ് തന്നിരിക്കുന്നത്. വരച്ചോ എല്ലാവരും? എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം ആൻഡ് എ പി ഇസ് ഈക്വൽ ടു സി ക്യു ആണ് എന്ന്. എന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എഴുതിയോ? എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം. എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണ്. പിന്നെ തന്നിട്ടുണ്ട് എ പിയും സി ക്യൂവും ഈക്വൽ ആണ് എന്ന്. പിന്നെ അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പി ബി എഴുതല്ലാതെ പി ബി ക്യു ഡി ഈസ് എ പാരലോഗ്രാം. പി ബി ക്യു ഡി ഒരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പാരലോഗ്രാം ആവണമെങ്കിൽ എന്താ വേണം? നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആക്കണം. ഇവിടെ രണ്ടും പാരലൽ ആണ്. കാരണം എ ബി സി ഡി പാരലൽ ആയതുകൊണ്ട് ഇത് പാരലൽ ആണ് അല്ലെ. ഇവിടെ തന്നിട്ടുണ്ട് ഇത് പാരലോഗ്രാം ആണെന്ന്. സാമാന്ത്രികം. സാമാന്ത്രികം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സി ഡി ഒരു സാമാന്ത്രികമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എ ബി സി ഡി പേര് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ എ പി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കാം, ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കാം. ഇതില്ലേ ആ പോയിന്റിന് അവർ കൊടുത്തിരിക്കുന്നത് പിയും ക്യൂവുമാണ്. അത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന്. പാരലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈനും പാരലൽ ആണ്, സാമാന്ത്രികമാണ്. അതേപോലെ തന്നെ ഇതും സാമാന്ത്രികമാണ്, ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആണ്. അതാണ് പാരലോഗ്രാം. സാമാന്ത്രികം എന്ന് പറഞ്ഞാൽ എതിർവശങ്ങൾ തുല്യമാണ് എന്ന് പറഞ്ഞാൽ എ ബിയും സി ഡിയും ഈക്വൽ ആണ്. അത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് ഈ ചെറിയ ഭാഗം ഇപ്പൊ കിട്ടിയില്ലേ, പി ബി ക്യു ഡി, അതും ഒരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പി ബി എന്താണ് എഴുതാ നോക്കിയ. എ ബി എന്ന് പറഞ്ഞാൽ എ ബിയിൽ നിന്ന് ഈ എ പി എന്ന് പറയുന്ന കഷ്ണം കുറയ്ക്കേണ്ടല്ലേ പി ബി. പി ബി എന്താണെന്ന് എഴുതണം. പി ബി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാം. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പി പ്ലസ് പി ബി ആണ് അല്ലെ. എ ബി എന്ന് പറഞ്ഞാൽ എ പി പ്ലസ് പി ബി ആണ്.
അതിൽ നിന്ന് പി ബി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പി ബി എ ബിയിൽ നിന്ന് ഈ എ ബി എന്ന് പറഞ്ഞ ഈ വലിയ ലൈനിൽ നിന്ന് ഈ ചെറിയൊരു ലൈൻ എ പി മൈനസ് ചെയ്താൽ ബാക്കിയുള്ള വശമാണ് പി ബി അല്ലേ? ഈ പി ബി എന്ന് പറയുന്ന ഈ വശം എ ബി എന്ന് പറയുന്ന സൈഡിൽ നിന്ന് ഈ ഒരു ലൈനിന്റെ കഷ്ണല്ലേ, ഈ ഒരു ചെറിയൊരു പീസ് കളഞ്ഞാൽ ബാക്കിയുള്ളതാണ് പി ബി. അതുപോലെ തന്നെ മോളിൽ എഴുതാം. മോളിൽ എന്താ എഴുതാം? ഡി സിയിൽ നിന്ന് ഈ ക്യൂ സി മൈനസ് ചെയ്താണ് ഡി ക്യൂ. അപ്പൊ ഡി ക്യൂ എത്രയാണെന്ന് എഴുതാം. ഡി ക്യൂ എന്താ? ഈ ഫുൾ ഡി സിയിൽ നിന്ന് മൈനസ് ഏതാ? ഈ ചെറിയ ഭാഗം ക്യൂ സി മൈനസ് ചെയ്താണ്. ഈ രണ്ട് ലൈൻ കിട്ടിയോ എല്ലാവർക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതാം? പി ബി ഇസ് ഈക്വൽ ടു പി ബി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എ ബിയിൽ നിന്ന് ഈ എ പി എന്ന് പറയുന്ന ഈ പീസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും പി ബി. അതേപോലെ തന്നെ ഡി സിയിൽ നിന്ന് ഈ ക്യൂ സി മൈനസ് ചെയ്താൽ കിട്ടും ക്യൂ ഡി അല്ലെങ്കിൽ ഡി ക്യൂ. കിട്ടി? ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ഈ പി ബി ക്യൂ ഡി പാരലോഗ്രാം ആവണമെങ്കിൽ ഇത് ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി അല്ലെ? അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം പി ബി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ആണ്. കാരണം എ ബി ഇസ് ഈക്വൽ ടു എന്താ? ഡി സി. എ ബിയും ഡി സിയും ഈക്വൽ ആണ് അല്ലേ? ഈ എ ബിയും ഈ ഡി സിയും ഈക്വൽ അല്ലേ? അവർ തന്നിട്ടില്ലേ? ഇറ്റ്സ് ഗിവൺ. തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? എ ബിയും ഡി സിയും ഈക്വൽ ആണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത് ചോദ്യത്തില്? ഇത് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, പാരലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ എ പിയും ഇസ് ഈക്വൽ ടു ക്യൂ സി. എ പിയും ക്യൂ സിയും ഈക്വൽ ആണ്. കിട്ടിയില്ലേ? എ പിയും ക്യൂ സിയും ഈക്വൽ ആണ്. അപ്പൊ therefore അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം പി ബി ഇസ് ഈക്വൽ ടു ഡി ക്യൂ. ഇത് വലിയൊരു കണക്കാണ്. നമ്മൾ ഒരു പകുതിക്ക് വെച്ച് നിർത്താൻ ഒന്നും കൂടി പറയാം. ഇവിടെ വരെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് പാരലോഗ്രാം ആണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതാണ് ഇവിടെ തെളിയിച്ചത് നമ്മള്. പി ബിയും ഡി ക്യൂ ഈക്വൽ ആവണമെങ്കിൽ എ ബിയും സി ഡിയും ഈക്വൽ ആണ്. പിന്നെ ഈ ക്യൂ സിയും എ പിയും ഈക്വൽ ആണ്. അത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വശവും ഈക്വൽ ആണ്. അപ്പൊ ഒരു വശം നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു ഇല്ലേ? ഇനി നമുക്ക് ഇതും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അത് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. ഇത്രയും ശരിക്ക് ഇന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ.